എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 68 സങ്കീർത്തനം 6 വാക്യം. സങ്കീർത്തനം 68:6. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുദീർഘമായ ഒരു സങ്കീർത്തനമാണ് 68. ഇതിലെ 8 വാക്യങ്ങൾ, അതായത് 6-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ പ്രത്യേകം ഇതിനോട് ചേർന്ന് എടുത്തു വായിക്കേണ്ടതാണ്. അവിടെ 7 തരത്തിലുള്ള ആളുകളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. 1 ഏകാകികൾ, 2 ബദ്ധന്മാർ, 3 തൻ്റെ അവകാശം അല്ലെങ്കിൽ തൻ്റെ ജനം, 4 സുവാർത്താ ദൂതികൾ, അത് 11-ാം വാക്യത്തിലാണ്. വീട്ടിൽ പാർക്കുന്നവർ 12-ാം വാക്യം, തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്നവർ, മത്സരികൾ. 7 കൂട്ടരോടും വ്യത്യസ്ത നിലകളിലാണ് ദൈവം ഇടപെടുന്നത്. ഏകാകികളായവർ, ഏകാന്തത ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ഓരോ ദിവസത്തിൻ്റെ അവസാനത്തിലും സൃഷ്ടിച്ചതിനെ നോക്കി നല്ലത് എന്ന് കണ്ടു. എന്നാൽ അതോടൊപ്പം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നും കണ്ടു. ഏകാകികളായവർ തക്ക കൂട്ടില്ലാത്തവരാണ്. സഹിത്വത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി കേഴുന്ന ഏകാകികളെ കരുണയോടെ കാണുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവിടുന്ന് ഏകാകികളെ കുടുംബങ്ങളിൽ വസിക്കുമാറാക്കുന്നു. ദാഹം തീരത്തക്കവണ്ണം കൂട്ടും കൂട്ടായ്മയും നൽകുന്ന ദൈവമാണ്. ഏകാന്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെയും ചിലർ ഏകാകികളായി പോകും. മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധിതരായവരെ അവിടുന്ന് ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തി പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലുമാറാക്കുന്നു. ഹാഗാർ നിലവിളിച്ചത് വെറും ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു തുരുത്തി വെള്ളത്തിനായിട്ടാണ്. ദൈവം ഒരു ഉറവ തന്നെ നൽകി. ഏകാന്തതയുടെ നാടിനെ കുറിച്ച് യെശയ്യാവ് 35-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെയും ചിലർ ഏകാകികളാകാൻ നിർബന്ധിതരാകുന്നു. നീ ഇന്ന് നിന്റെ ഏകാന്തത കാരണവും ഏകാന്ത വഴിയും നിർജ്ജന ദേശവും കാരണം വലയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ വിഷമിക്കേണ്ട. യോസേഫ് എല്ലാ തരത്തിലും ഏകനായിരുന്നു. എങ്കിലും സങ്കടദേശത്ത് ദൈവം അവനെ പെരുമാറാക്കി. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതും അനുഗ്രഹിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം അത് മനോഹരമായി തന്നിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങളിൽ നിവർത്തിക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് ബദ്ധന്മാരാണ്. 68-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ തന്നെ വായിച്ചു. കെട്ടുകൾ ഇടാനൊക്കെ എളുപ്പമാണ്, പക്ഷേ അത് കുരുക്കഴിക്കാൻ വലിയ പ്രയാസമാണ്. ഈ കെട്ടുകൾ സാത്താൻ്റെ പ്രവർത്തനമാണ്. അഴിച്ചുവിടുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. തകർക്കുന്ന ബന്ധനങ്ങൾ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശുക്രിസ്തു തൻ്റെ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുമ്പോൾ ലൂക്കോസ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ബദ്ധന്മാർക്ക് വിടുതൽ. അതാണ് കർത്താവിൻ്റെ പദ്ധതി. ബദ്ധന്മാരെ വിടുവിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് വർണ്ണിക്കാനാവാത്ത ഒരു സൗഭാഗ്യമാണ്. മിസ്രയീമിലെ കഠിന ബന്ധനം തകർത്തവനാണ് നമ്മുടെ ദൈവം. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ സകല ബന്ധനങ്ങളും തകർന്ന് തരിപ്പണമാകും. ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണം. മൂന്നാമത്തെ കൂട്ടരാണ് ദൈവത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം.
തൻ്റെ ജനം വേർതിരിക്കപ്പെട്ട ജനമാണ്. അവരെ നടത്താനും നയിക്കാനും ദൈവം ബാധ്യസ്ഥനാണ്. തൻ്റെ ജനത്തിന് മുൻപായി സ്വർഗസ്ഥനായ ദൈവം നടന്നുവെന്ന് ഇവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ ഭൂമിയും സീനായിയും ഒക്കെ ഭയപ്പെട്ട് കുലുങ്ങിപ്പോയി. അവിടുന്ന് മഴ ധാരാളമായി പെയ്ച്ച് തൻ്റെ അവകാശത്തെ തണുപ്പിച്ചു. മരുഭൂമിയിൽ വരൾച്ചയും കൊടുംചൂടുമാണ് സാധാരണയായിട്ടുള്ളത്. പക്ഷേ ദൈവകൽപ്പനയാൽ മഴ പെയ്ത് തൻ്റെ കൂട്ടം ആ മരുഭൂമിയിൽ സ്വസ്ഥതയോടെ പാർത്തു. എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മയാണ് തൻ്റെ ജനം മരുഭൂമിയിൽ അനുഭവിച്ചത്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ദിവസേന മന്ന, പിളർന്ന പാറയിൽ നിന്ന് ആവശ്യം പോലെ വെള്ളം, അങ്ങനെ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ദൈവം താൻ വിളിച്ച ജനത്തെ നടത്തി. നാലാമത്തെ ഒരു വിഭാഗമാണ് സുവാർത്താദൂതികൾ. 68 സങ്കീർത്തനം 11 വാക്യത്തിൽ കാണുന്നു. ദൈവകൽപ്പന പ്രചരിപ്പിക്കുന്നവരാണ് സുവാർത്താദൂതികൾ. അവർ നല്ല വർത്തമാനം ഘോഷിക്കുന്നവരാണ്. ആ നല്ല ദൂത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതായിരിക്കണം, എങ്കിലേ അത് സുവാർത്തയാകൂ. ആഗോള വ്യാപകമായി ദൈവം അനേകം ആളുകളെ ഈ കാലങ്ങളിൽ സുവാർത്താദൂതന്മാരായി അല്ലെങ്കിൽ ആ ദൂതുമായി നിൽക്കാൻ എഴുന്നേൽപ്പിക്കുന്നു. 5-ാമത്തെ വിഭാഗമാണ് വീട്ടിൽ പാർക്കുന്നവൾ. 12 വാക്യം. സുവാർത്ത ഘോഷിക്കാൻ അനേകർ ഇറങ്ങിയപ്പോൾ അനേകർക്ക് വീട്ടിൽ നിർബന്ധമായി പാർക്കേണ്ടി വന്നു. അവർക്ക് അങ്ങനെയുള്ള ഒരു ചുമതലയാണ് വീണ് കിട്ടിയത്. അനേക രാജാക്കന്മാർ ഓടിപ്പോകേണ്ടി വന്നു. അന്ന് അവർക്ക് വലിയ കൊള്ളയാണ് കിട്ടിയത്. അനുഗ്രഹത്തിൻ്റെ പങ്ക് ഓടി നടന്ന് ഘോഷിക്കുന്നവർക്ക് മാത്രമല്ല തമ്പുരാൻ കൊടുത്തത്, വീട്ടിൽ പാർക്കുന്നവർക്കും കിട്ടി. വീട്ടിൽ പാർക്കുന്നവർ ശാന്തമായി പ്രവർത്തിക്കുന്നവരാണ്, സ്വസ്ഥമായി തങ്ങളെ ഏൽപ്പിച്ച വേല ചെയ്യുന്നവരാണ്. മുന്നണിയിലുള്ള പോരാളികൾക്കും നാട്ടിൽ സൂക്ഷിക്കുന്നവർക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ കൊള്ളയുടെ പങ്ക് ഒരുപോലെ പങ്കിടാനാണ് ദാവീദ് നിയമമുണ്ടാക്കിയത്. 1 ശമൂവേൽ 30:24. അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നവരാണ്. അവർ മുന്നണി പോരാളികളെ പിന്താങ്ങുന്നവരാണ്. അവർക്കിരുവർക്കുമുള്ള പ്രതിഫലം ഒരുപോലെയാണ് കൽപ്പിച്ചിരുന്നത്. 6-ാമത്തെ വിഭാഗമാണ് തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുന്നവർ. 13 വാക്യത്തിൽ. ആരും കിടക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ് തൊഴുത്തുകൾ. എന്നിട്ടും യേശു കർത്താവ് കാലിത്തൊഴുത്തിൽ തൻ്റെ ജനന സമയത്ത് കിടക്കേണ്ടി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയുള്ള ഇടങ്ങളിൽ കിടക്കാൻ നിർബന്ധിതരായവരുണ്ട്. ഇംഗ്ലീഷിൽ യെറ്റ് ye shall be as the wings of dove covered with silver and her feathers with yellow gold എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ കിടക്കേണ്ടി വന്നാലും വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും മൂടിയിരിക്കുന്ന ഒരു പ്രാവായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. അവിടുത്തെ ദൃഷ്ടിയിൽ വിശുദ്ധരായും വിലയേറിയവരായും ദൈവം നമ്മെ പ്രതീക്ഷിക്കുന്നു. 7-ാമത്തെ വിഭാഗമാണ് മത്സരികൾ. മത്സരികൾ എന്ന കൂട്ടത്തിന് ഒരു നന്മയും വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അവരെല്ലാം അറിയുന്നവരാണ്, വിളിക്കപ്പെട്ടവരാണ്, അവസരങ്ങൾ നൽകപ്പെട്ടവരാണ്. എന്നാൽ മനഃപൂർവ്വമായി ദൈവകൽപ്പന അവഗണിക്കുന്ന കൂട്ടരാണ്. ഇവർ മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട തൻ്റെ ജനത്തിലെ മത്സരികൾ ആരും വാഗ്ദത്ത നാട് അവകാശമാക്കിയില്ല എന്നതും പ്രത്യേകതയാണ്. അവർക്കുള്ള അവകാശം വരണ്ട ദേശമാണ്. നീരൊഴുക്കില്ലാതെ, മഴയില്ലാതെ ഉണങ്ങി വരണ്ട ദേശമാണ് അവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പുതിയ പ്രഭാതത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. മത്സരികളായി തീരാതിരിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏകാന്തതയും ബദ്ധതയും
ഒക്കെ നമുക്കുണ്ടാവാം. എന്നാൽ ദൈവത്തോട് മത്സരിക്കാതെ ജീവിതത്തിൽ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ അടിയങ്ങളെ കാത്ത് സൂക്ഷിച്ച് നിദ്രയും വിശ്രമവും നൽകിയല്ലോ. പ്രതീക്ഷയോടെ പുതിയ പ്രഭാതത്തിലേക്ക് അടിയങ്ങൾ പ്രവേശിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും ആരോഗ്യമൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ആവശ്യങ്ങളിൽ ദൈവമേ വഴിയായും വാതിലായും ഒപ്പമുണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സഹിത്വത്തിൻ്റെയും പുതിയ വർഷം ദാനമായി നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ സഹിത്വവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും